ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്നൊരു പാലക് തോരൻ റെഡിയാക്കിയെടുക്കാം. വളരെയധികം ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇലയെല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞും കൂടെ നമുക്കെടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇത് വളരെയധികം ഹെൽത്തിയാണ്. ഇലയെല്ലാം നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവോള, 3-4 പച്ചമുളക്, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളിയും കൂടെ നമുക്ക് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ കുറച്ച് ഏറെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഇത് വെന്ത് വരുമ്പം നന്നായിട്ട് കിട്ടും. തേങ്ങ കുറഞ്ഞാൽ ഇത് ഇല അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിയിരിക്കും. അതുകൊണ്ട് തേങ്ങയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൈ വെച്ച് ഇതിന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഞെരടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതിലേക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ നമുക്ക് അടപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇലയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അപ്പം 5 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇത് ഒന്ന് ഇലയൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടി നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് കുക്ക് ചെയ്യാം. അതിനുശേഷം വെള്ളം ഉണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്ക് വെള്ളം മാറ്റി നമുക്ക് ആ വെള്ളം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ വെള്ളമൊന്നുമില്ല ഇതിലേക്ക്. അപ്പം ഇതിൻ്റെ നടുക്കോട്ട് ഞാനൊരു 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. പിന്നീട് കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ആ മുട്ട ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇലയും മുട്ടയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചെടുക്കുക. ഇതുവരെ നമ്മളിതിലേക്ക് ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇത് ഒരു ഹെൽത്തി ആയിട്ടൊന്ന് കഴിക്കണം. ഓയിൽ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇത്രയും കൊണ്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അത് കഴിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ ഇതിലേക്ക് കടുക് വറുത്തിട്ട് നമുക്ക് ഇങ്ങനെ താളിച്ചൊഴിച്ചിട്ട് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ പാലക്ക് തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെയധികം നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.